അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാട്ടോ. സിനിമ കാണാൻ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് വലിയ രസമായിരുന്നു. കാരണം 8 പേരുണ്ടെങ്കിലേ ഷോ ഓടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. സിനിമ കാണാൻ ആകെ 6 പേരെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ 2 ടിക്കറ്റ് കൂടുതലെടുത്തു ഈ സിനിമ കാണാൻ വേണ്ടി കയറി. അപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ സിനിമ ആയതുകൊണ്ടാണ് 2 ടിക്കറ്റ് കൂടുതൽ ഞാൻ എടുത്തത്. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നിരുന്നു. ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് നൈസായിരുന്നു. എന്തായാലും നമ്മുടെ രാം ചരൺ നായകനായിട്ട് എത്തിയ പെത്തി എന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങിയാണ്. നമ്മുടെ ബുച്ചി ബാബു സനാണ് ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ. പുള്ളിയുടെ വേറെ ഏതൊരു സിനിമ ഉണ്ട്, കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാറിൻ്റെ സിനിമകളൊക്കെ അറിയാമല്ലോ അല്ലേ. നമ്മൾ ആ ഒരു ജയിലറിനകത്തൊക്കെ ശിവരാജ് കുമാറിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ട് ഞെട്ടിയവരാണ് കേട്ടോ. ഞാൻ വഴിയെ വരാം സിനിമയിലേക്കും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് രത്നവേൽ, സിനിമോട്ടോഗ്രാഫി രത്നവേൽ. പിന്നെ എഡിറ്റർ നവീൻ. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 സംഭവങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഇതിൻ്റെ ക്യാമറ, കിഡിലൻ ക്യാമറ വർക്കാണ്. പിന്നെ മ്യൂസിക് നമ്മൾ മലയാളത്തിലാണ് കണ്ടത്, മൊഴി മാറ്റിയതാണ് കണ്ടത്. ഡബ്ബിംഗ് ഒന്നും വലിയ മോശമല്ലാത്ത രീതിയിലുള്ളൊരു ഡബ്ബിംഗ് ആണ്. അപ്പോൾ ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമായിട്ടാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഞാൻ ഗംഭീര ആക്ഷനൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് സിനിമ കാണാൻ കയറിയത്. പക്ഷേ രാം ചരൺ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു റോള് ചെയ്തിരിക്കുന്നത് ജഗപതി ബാബുവാണ്. ശ്രുതി ഹസൻ്റെ ഒരു ഐറ്റം ഡാൻസിനകത്തുണ്ട്. പിന്നെ ജാൻവി കപൂറാണ് നായികയായിട്ട് എത്തുന്നത്. അപ്പോൾ ഇവരാണ് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. സ്പോർട്സ് ആണ് മെയിനായിട്ട്. നമ്മുടെ പെത്തി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് നമ്മുടെ രാം ചരൺ എത്തുന്നത്. സത്യം പറയാമല്ലോ, അപരാധം എന്ന് പറഞ്ഞാൽ പോരാ, കാട്ടപരാധം എന്ന് വേണം പറയാൻ. 300 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. നമ്മൾ ഈ രാം ചരൻ്റെ സിനിമ ഒക്കെ കാണാൻ വരുമ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷ, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് പുള്ളി. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വന്നത്. അപരാധം എന്നല്ല, ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, ഇത് മൊത്തത്തിൽ വീക്കാണെന്ന് പറയാം. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. രാം ചരൻ്റെ ക്യാരക്ടർ, പുള്ളിയുടെ സംഭവം കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നായിക ഉണ്ടല്ലോ, എന്നാ വെറുപ്പിക്കലാണോ, ഒരുമാതിരി എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടിയത്, ഒരു പിടുത്തമില്ല കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ ഒരു കഥ എന്നൊന്നും പറയാനൊന്നും ഇല്ല. പിന്നെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ രാം ചരൺ ജനിച്ചത്. ആ നാടിനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും സർക്കാർ തലങ്ങളിലൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ സ്പോർട്സിന് പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ രാം ചരൺ ക്രിക്കറ്റിൽ ഭയങ്കര മാസ്റ്റർ പ്ലെയറാണ്. അപ്പോൾ പുള്ളിയെ ലേലം വിളിച്ച് എടുക്കും, ക്രിക്കറ്റ് കളിക്കും, ആ ക്രിക്കറ്റ് ജയിക്കും. അവിടെ നിന്ന് ലാസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പുള്ളി 0 ആയതിനു ശേഷം പിന്നെ ഗുസ്തിയിലേക്ക് വരികയാണ്. ഗുസ്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗുസ്തി മാസ്റ്ററായിട്ടാണ് നമ്മുടെ ശിവരാജ് കുമാറിൻ്റെ ഒരു എൻട്രി. പിന്നെ അവിടുന്ന് പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പുള്ളി കളിക്കാൻ പോകുന്നു. അതിനകത്തുണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു മലയാള നടൻ ചെയ്തിട്ടുണ്ട്. പുള്ളി ത്രൂ ഔട്ട് റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. ത്രൂ ഔട്ട് ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നൈസായിട്ട് ആ സംഭവം ചെയ്തിട്ടുണ്ട്. തുടക്കാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലുമില്ലെന്ന് പറയാം. 300 കോടി ബഡ്ജറ്റൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു സിനിമ എന്തപരാധമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പിടുത്തില്ല. AR റഹ്മാൻ്റെ മ്യൂസിക് നമ്മൾ ഈ മലയാളം കണ്ടതുകൊണ്ടാണോ എന്ന് അറിയില്ല, തമിഴാണെങ്കിൽ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് നമുക്ക് ചിലപ്പം ഫീൽ ചെയ്തത്. കാരണം ഇതിനകത്ത് രാം ചരൻ്റെ ഡബ്ബിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് സത്യം പറയാനുള്ളൂ, ഒന്നും പറയാനില്ലെന്നുള്ള. എന്താണെങ്കിലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിലും ഇനി അഥവാ ഈ സിനിമ കാണണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സിനിമ കാണുന്നതിനെക്കാട്ടിൽ ഒന്നും കൂടെ നല്ലത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കാണുന്ന കേട്ടോ. അത് വേറെ ലെവലാട്ടാ സത്യം. ദൃശ്യം 3യുടെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇപ്പം കേരളത്തിൽ തന്നെ ബ്ലാസ്റ്റ് എന്ന സിനിമ ഈ സെക്കൻഡ് വീക്കിലും ഗംഭീര കളക്ഷൻ നേടിയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അത് വേറെ ലെവലേട്ടാ സത്യം. ഇത് ഒരുമാതിരി 3 മണിക്കൂർ 10 മിനിറ്റും മനുഷ്യനെ ഇരുത്തി ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട്. എന്ത് അപരാധമാണ് ഈ കാണിച്ചു വെച്ചത്. എന്താണെങ്കിൽ ഈ അപരാധം കാണാൻ നിങ്ങൾ വോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റോടെ ഒന്ന് അറിയിച്ചേക്കുക. എനിക്ക് കൂടുതലൊന്നും പറയില്ല. പെറ്റിയിൽ